നമസ്കാരം. മലേഷ്യൻ എയർലൈൻസ് വിമാനം MH370യുടെ തിരോധാനം പോലെ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിമാനവും അപ്രത്യക്ഷമായ വാർത്ത ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണും. ടാസ്മാനിയയിൽ നിന്ന് പറന്നുയർന്ന ഒരു ചെറിയ യാത്രാ വിമാനം ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ 22 ദിവസമായി കാണാതായിട്ട്. ഇതുവരെയും ഇതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇത് തകർന്നു വീണുവോ, ഇതിലുള്ള ആളുകൾക്ക് അപകടം പറ്റിയോ, ഒരു തരത്തിലുള്ള വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 2 പേർക്കും ഒരു നായയ്ക്കും എന്ത് പറ്റി എന്നൊരു സൂചന പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. സന്ദേശങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട ലഭിച്ചിട്ടില്ല ഇതുവരെ. ഈ തിരോധാനം വ്യോമയാന ചരിത്രത്തിലെ മറ്റൊരു വലിയ നിഗൂഢതയായി മാറിയിരിക്കുകയാണ്. 72 വയസ്സുള്ള പൈലറ്റ് ഗ്രിഗറി വോൺ, 66 വയസ്സുള്ള പങ്കാളി കിം വാർണർ, അവരുടെ നായ മോളി എന്നിവരെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 2 ഉച്ചയ്ക്ക് 12:45 ടാസ്മാനിയയിലെ ജോർജ് ടൗൺ വിമാനത്താവളത്തിൽ നിന്ന് പുറന്നുയർന്ന വിമാനം വിക്ടോറിയയിലേക്കും തുടർന്ന് ന്യൂ സൗത്ത് വെയിൽസിലെ ഹിൽസ്റ്റണിലേക്കും പോകേണ്ടതായിരുന്നു. എന്നാൽ ബാസ് കടലിടുക്കിൻ്റെ മുകളിൽ എവിടെയോ വെച്ച വിമാനം അപ്രത്യക്ഷമായി. അവസാന സിഗ്നൽ ലഭിക്കുന്നതും ഇവിടെ നിന്ന് മാത്രമാണ്. വിമാനം കാണാതായി ഇവരുടെ ഒരു വിവരവും ലഭിക്കാതായതോടെ കുടുംബം ഓസ്ട്രേലിയൻ മാരിടൈം സേഫ്റ്റി അതോറിറ്റി അതായത് AMSAയെ വിവരം അറിയിച്ചു. ഹെലികോപ്റ്ററുകൾ, പോലീസ് ബോട്ടുകൾ, അതുപോലെ തന്നെ ഫെറികൾ എന്നിവ ഉൾപ്പെടുത്തി വടക്കൻ ടാസ്മാനിയ, ബാസ് സ്ട്രെയ്റ്റ്, തെക്കൻ വിക്ടോറിയ എന്നിവിടങ്ങളിൽ വിപുലമായ തിരച്ചിൽ നടത്തി. എന്നാൽ 22 ദിവസങ്ങൾക്ക് ശേഷവും വിമാനത്തിൻ്റെ ഒരവശിഷ്ടം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ദുരൂഹമായ കാര്യം, വിമാനത്തിൽ നിന്നുള്ള അടിയന്തര ലൊക്കേറ്റർ ബീക്കൺ പോലും പ്രവർത്തിച്ചില്ല എന്നതാണ്. ഈ സംഭവത്തിൽ ജോർജ് ടൗണിലെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായ യുജിൻ റീഡ് ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചെറിയ വിമാനങ്ങൾ തീരം വിടുന്നതിന് മുൻപ് വ്യോമസേനയെ അറിയിക്കണമെന്നൊരു നിയമം ഗ്രിഗറി പാലിച്ചിട്ടില്ല. ജോർജ് ടൗണിലെ എല്ലാ ചെറിയ വിമാനങ്ങളും നിരീക്ഷിക്കപ്പെടുന്നില്ല. ആരെങ്കിലും വിമാനം ഹാങ്ങറിൽ നിന്ന് എടുത്തു പറന്നാൽ അത് ട്രാക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. എന്നാൽ ഗ്രിഗറി പരിചയസമ്പന്നനായ പൈലറ്റ് ആയിരുന്നുവെന്നാണ് ടാസ്മാനിയ പോലീസിലെ ഇൻസ്പെക്ടർ പറയുന്നത്. ദീർഘകാലമായി വിമാനം പറത്തുന്നതിൽ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ഉപയോഗിച്ച യാത്രാ വിമാനം പുതിയതായിരുന്നു. ഒരു ദുരന്ത സന്ദേശം പോലും നൽകാതെ വിമാനം അപ്രത്യക്ഷമായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. 2014 239 പേരുമായി അപ്രത്യക്ഷമായ MH370 വിമാനത്തിൻ്റെ ഓർമ്മകൾ ഈ സംഭവം വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. സാങ്കേതികമായി വളരെ മുന്നിട്ട് നിൽക്കുന്ന ഈ കാലത്ത് പോലും വിമാനങ്ങൾ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകുന്നത് ആശങ്കാജനകം തന്നെയാണ്. മോശം കാലാവസ്ഥയാണോ അതോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവമാണോ ഈ തിരോധാനത്തിന് പിന്നിലെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഗ്രിഗറിയുടെയും കിമ്മിൻ്റെയും കുടുംബങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ലോകത്തിന് ഈ കേസ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് പോലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ.